ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി നാം അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. വരാനിരിക്കുന്ന ആഗമനകാലത്തിൻ്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നേരുന്നു. ക്രിസ്തുമസിനെ കുറിച്ച് ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യരായ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓടിയെത്തുന്ന ചില കാര്യങ്ങളാണ് നക്ഷത്രം, പുൽക്കൂട്, ക്രിസ്മസ് കേക്ക്, നോമ്പ്, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ. എല്ലാവരും കാണുന്ന ബാഹ്യമായ കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീയമായി ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ഓരോ ആഗമന കാലഘട്ടവും നമ്മെ സ്വയം വിലയിരുത്തുവാനും ജീവിതത്തെ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു. തിരുപ്പിറവിയുടെ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന 2 വ്യക്തികളാണ് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും. പിതാവിൻ്റെ ഹിതത്തിന് സ്വയം വിട്ടുകൊടുത്തവർ, സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടങ്ങളായി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ലോകരക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാൻ സന്നദ്ധയാകുന്നു. യേശുവിൻ്റെ വളർത്തുപിതാവാൻ യൗസേപ്പും. ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ സ്നേഹോപകാരമാണ് യേശുവെന്ന ഇമ്മാനുവേൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകജനതയെ അതിരുകളും അളവുകളുമില്ലാതെ ഇന്നും ഇപ്രകാരം സ്നേഹിക്കുന്നു. ഇതാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം. പാതിരായി കുതിച്ച സൂര്യനാണ് ക്രിസ്തുനാഥൻ. ക്രിസ്തുമസ് രാത്രിയിലെ നക്ഷത്ര വിളക്കുകൾ ഈ സത്യമാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധകാര ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം പകരുന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പ്രവചനം യേശുവിൽ പൂർത്തിയായി. ലോകത്തിൻ്റെ പ്രകാശമാണ് ക്രിസ്തുനാഥൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, പ്രത്യുത ജീവന്റെ പ്രകാശം അവന് ലഭിക്കുമെന്ന്. തിന്മകൾ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വേദനിക്കുന്ന ഹൃദയങ്ങളും ദുഃഖത്തിൻ്റെ താഴ്വരകളും ഇന്ന് വിസ്മരിക്കപ്പെടുന്നു. അതിനാൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും ആരവങ്ങളും മുഴുങ്ങിപ്പോകുന്നു. അവരുടെ വേദനകളിൽ പങ്കുചേരുവാനും ക്രിസ്തുവിൻ്റെ സമാധാനം പകർന്നു നൽകുവാനും ഈ ആഗമനകാലത്ത് നമുക്ക് കഴിയണം. ഓരോ ക്രിസ്മസിനും ലോകരക്ഷകന്റെ ജനനം പുനരവതരണം നടത്തുമ്പോൾ ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണീശോ ജനിക്കുന്നതിനായി പുൽക്കൂടൊരുക്കണം. 1000 പുൽക്കൂടുകളിൽ ഉണ്ണീശോ പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോ പിറക്കുന്നില്ലെങ്കിൽ നമുക്ക് തിരുപ്പിറവി വെറുമൊരു ആഘോഷവും ആചാരവും ആയി മാറും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണീശോവിന് ജനിക്കുവാൻ തക്കവിധത്തിൽ ആത്മീയ പുൽക്കൂടൊരുക്കുവാൻ ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുപ്പിറവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. We wish